വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ നൽകിയതിൽ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി ഹൈക്കോടതി. പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകരുതെന്ന ഹർജിയിലാണ് നടപടി. വെള്ളാപ്പള്ളി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെന്നും ഹർജിക്കാർ 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നും കോടതി ആവശ്യപ്പെടുന്നു. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ബിനിൽ, എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ? ആരാണ് ഹർജിക്കാർ? ആര്യ, വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകാനുള്ള തീരുമാനത്തിനെതിരെ ശ്രീനാരായണ ധർമ്മ പ്രബോഷണ സ്മാരക സമിതിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന. അവരൊരു പൊതുതാൽപര്യ ഹർജിയുമായാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഇന്നെത്തിയത്. രാവിലെ തന്നെ ഈ ഹർജി പരിഗണിച്ചു. ഇതിൽ കോടതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം ഇതിൽ മറുപടി നൽകാനാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ എല്ലാ എതിർകക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി അടക്കമുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ കേസിൽ വിജിലൻസ് ഡയറക്ടർ കൂടി എതിർകക്ഷിയാണ്. വിജിലൻസ് ഡയറക്ടർ അടക്കമുള്ളവർക്കും ഹൈക്കോടതിയുടെ നോട്ടീസുണ്ട്. കാരണം വെള്ളാപ്പള്ളിക്കെതിരെ 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ പത്മ പുരസ്കാരത്തെ തന്നെ പൊതുമധ്യത്തിൽ ആക്ഷേപിച്ചയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇത് ഒരു വിൽപ്പന ചരക്കാണ് എന്ന രീതിയിൽ പരിഹസിച്ചയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശന് ഈ പുരസ്കാരം നൽകാൻ കഴിയില്ല. മറ്റൊന്ന്, വെള്ളാപ്പള്ളി നടേശനെതിരെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. സാമ്പത്തിക തിരിമറി അടക്കമുള്ള ആരോപണങ്ങൾ നേരിടുന്നു. വിജിലൻസ് കേസിൽ പ്രതിയാണ്. അങ്ങനെ ഈ വെള്ളാപ്പള്ളി നടേശനെതിരായ ക്രിമിനൽ കേസുകളുടെ പട്ടിക അടക്കം ഹാജരാക്കിക്കൊണ്ടാണ് അവർ കോടതിയിൽ 2 തരത്തിലുള്ള ആരോപണങ്ങളാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിലാണ് ഇനി കേന്ദ്ര സർക്കാരിന് വിശദീകരണം നൽകേണ്ടി വരിക. രാജ്യത്തെ 2ാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയാണ്. ആ ബഹുമതി നൽകാൻ പോകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ പരിശോധനകൾ വേണം. ഇത്തരത്തിൽ പത്മ പുരസ്കാരത്തെ ആക്ഷേപിച്ച ഒരാൾക്ക് പുരസ്കാരം നൽകാൻ കഴിയില്ല. ഈ ഒരു നിലപാടാണ് ഹർജിക്കാർ കോടതിയിൽ സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് ഇതിന് എന്ത് മറുപടി പറയാനുണ്ട്? അത് വളരെ പ്രസക്തമായിരിക്കും. കേന്ദ്ര സർക്കാരിന് എന്തൊക്കെ മറുപടി പറയാനുണ്ട് ഇതിൽ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന കാര്യം. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.